എന്താണ് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഈ പുതിയ സംഭവ വികാസങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്? GK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് മടങ്ങി. പാർലമെന്റിൽ പോലും പങ്കെടുക്കാതെയാണ് അദ്ദേഹം തിരികെ ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയതെന്നാണ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നാലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയും കടുത്ത അതിർത്തിയിൽ തന്നെയാണ് താൻ മടങ്ങിയതെന്ന് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ തന്റെ ഹൃദയ രക്തമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സണ്ണി ജോസഫിന്റെ പ്രതികരണം നമുക്ക് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. കെ സുധാകരൻ തന്റെയും നേതാവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ എംപിമാർ മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇക്കാര്യം ആലോചിച്ചു വരികയാണ്. ഇത് ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇരിക്കുകയാണ്. ഒപ്പം തന്നെ സുധാകരനുമായി ഇനി സംസാരിക്കുമെന്നൊക്കെയുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹവുമായി നേരത്തെയും സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ കൂടി നേതാവാണ് എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും ഇനിയും എംപിമാർ മത്സരിക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും എംപിമാർ മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ എടുക്കേണ്ടതെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം. ഒപ്പം തന്നെ ഇന്ന് വീണ്ടും യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് അതിർത്തി അടക്കം വന്ന സാഹചര്യത്തിൽ സുധാകരനെ ഇനി എങ്ങനെ പാർട്ടി പരിഗണിക്കും അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നിർണായകമാവുക. ഇന്നലെ വൈകിട്ട് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ വലിയൊരു സമ്മർദ്ദം ഇപ്പോൾ ഈ എംപിമാരെ മത്സരരംഗത്തേക്ക് ഇറക്കുന്ന കാര്യത്തിലുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുക. ഇപ്പോൾ ശിവഗിരി മഠം പറഞ്ഞിരിക്കുന്നത് അടൂർ പ്രകാശന് കോന്നി സീറ്റിൽ മത്സരിപ്പിക്കണമെന്നാണ്. കെ സുധാകരൻ മത്സരിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരരംഗത്തേക്ക് വരുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയസാധ്യത കണക്കിലെടുത്ത് എംപിമാരെ മത്സരിക്കാൻ അനുവദിക്കണം എന്ന തരത്തിലൊരു സമ്മർദ്ദം ഹൈക്കമാൻഡിന് മേലുണ്ടോ? ഇപ്പോൾ സണ്ണി ജോസഫ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ കെ സുധാകരന്റെ ഈ പിണക്കവും ഡൽഹിയിൽ നിന്നുള്ള മടക്കവും ഒക്കെ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിലല്ലേ വിലയിരുത്തേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലേക്കുള്ള സമ്മർദ്ദം തന്നെയാണുള്ളത്. അക്കാര്യങ്ങൾ അടക്കം ഏതാണെങ്കിലും ചർച്ച ചെയ്ത് പാർട്ടി തീരുമാനിക്കും. ഇപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കേരള ഹൌസിലാണ്. ഇവിടെ നിർണായക ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒക്കെയായി നേതാക്കൾ എത്തുന്നതാണ് നമുക്ക് അല്പസമയം മുൻപ് കാണാൻ കഴിഞ്ഞ. ഇപ്പോൾ ഹൈബീഡൻ അടക്കമുള്ള എംപിമാർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. സണ്ണി ജോസഫ് കേരള ഹൌസിൽ തന്നെ തുടരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലേക്കുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലേക്ക് സുധാകരന്റെ അതിർത്തി അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് അടക്കം വന്നിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഈ ചർച്ചകൾ തുടരുകയാണ്. അതിനിടയിൽ ഇത്തരത്തിലേക്ക് അതിർത്തി അടക്കം അറിയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയത് വലിയ ഒരു സമ്മർദ്ദം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ആദ്യഘട്ട പട്ടിക ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. അതിൽ 31 സ്ഥാനാർത്ഥികൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കൂടി പോകുമ്പോഴും ഈ എംപിമാർ മത്സരിക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു അനിശ്ചിതത്വം തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അക്കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഹൈക്കമാൻഡിനെ വിട്ടിരിക്കുന്നു എന്നാണ് KPCC നേതൃത്വം പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും മറുവശത്ത് വലിയ സമ്മർദ്ദം ശക്തമാവുക തന്നെയാണ്. ഇപ്പോൾ GK സൂചിപ്പിച്ചതുപോലെ അടൂർ പ്രകാശിനെ അടക്കം മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശിവഗിരി മഠം രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുധാകരൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതാണ്. അങ്ങനെ ഈ ചില എംപിമാർക്ക് മാത്രം ഒരു ഇളവ് നൽകുകയാണ് എങ്കിൽ ഇതിനോടകം തന്നെ മറ്റ് ചില എംപിമാർ കൂടി ഈ മത്സര സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അവരെ കൂടി എങ്ങനെ പരിഗണിക്കുമെന്നുള്ള ചില ആശയക്കുഴപ്പവും നേതൃത്വത്തിനുണ്ട്. ഏതാണെങ്കിലും ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന ചർച്ചകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. GK ശരി, വിനീത VG ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.